ടോൾ പിരിവ്. അത് അനീതിയാണെന്ന് കലക്ടർക്ക് ബോധ്യപ്പെട്ടു. റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന ആനുകൂല്യങ്ങൾ നാട്ടുകാർക്ക്, സ്കൂൾ ബസ്സിന്, മിനി ബസ്സുകൾക്ക്, കോളേജ് ബസ്സുകൾക്ക് കൊടുക്കാനുള്ള നടപടികൾക്ക് അദ്ദേഹം വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമരം തുടങ്ങിയത് ഒളവണ്ണ, പെരുമണ്ണ, പന്തീരങ്ക പ്രദേശങ്ങളിലെ ജനങ്ങളെ ബുദ്ധിമുട്ട് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടോള്. അതായത് ലോക്കലായി ജീവിക്കുന്ന ആളുകൾക്ക് നിരന്തരമായി ടോൾ കൊടുക്കാൻ സാധിക്കില്ല. അത് ഇൻജസ്റ്റിസ് ആണെന്നാണ്. അല്ല, പ്രദേശവാസികൾക്ക് ഞാൻ നിയമവിധേയമായ ഒഴിവാക്കലുണ്ട് പലയിടങ്ങളിൽ, അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ. അത് ഇപ്പോൾ നടക്കുന്നത് അനീതിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് വരെയെങ്കിലും അതിനകത്ത് കീലമായ ഇളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാഴ്ച കൊണ്ട് ആ കാര്യം നടപടി കളക്ടർ ഉറപ്പ് നൽകി. NH അതോറിറ്റിയുടെ സമീപനം എങ്ങനെയായിരുന്നു? NH അതോറിറ്റിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ അറഗൻ്റെ സമീപനമായിരുന്നു. ഇതിൻ്റെ കാര്യം പറയാമല്ലോ, ഒന്നിനും ഒരു വഴിക്ക് പോലും വഴങ്ങുന്നില്ല. മാത്രമല്ല അവരെന്തോ പഴയ ജന്മിമാരെ പോലെ നിൽക്കുന്നത്, നമ്മളെന്തോ കുടിയാന്മാരെ പോലെ ധാരണ. പക്ഷേ ബീഹാറിനെ ഉത്തർപ്രദേശിൽ കേരളത്തെ കമ്പയർ ചെയ്ത് ബഹുമാനോട് MP അതേക്കുറിച്ച് ആദ്യമേ നന്നായി പറഞ്ഞു. ഇതിൽ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ MP തന്നെ നേരിട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞു പാട്ടോട് പോയത്. പക്ഷേ അവരുടെ ധാർഷ്ട്യമൊക്കെ തന്നെ അത് കലക്ടർ എടുത്തൊരു സമീപനം പോസിറ്റീവായിരുന്നു. അതിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. അവരോട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെയുണ്ട്, പൊതുജനമുണ്ട്, സമരവുമായി തന്നെ വിരോധം പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സർവീസ് റോഡുകളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൊടൽ നടക്കാവിൽ റോഡ്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സർവേ നടക്കുന്നില്ലായിരുന്നു. അത് റവന്യൂ ആയിരുന്നു ചെയ്യേണ്ടത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സർവേരെ വിട്ട് ആരംഭിച്ച് 15 ദിവസം കൊണ്ട് ആ പണി പൂർത്തീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. പിന്നീട് മലാപ്പുറം ജംഗ്ഷൻ അടുത്ത ആഴ്ച തന്നെ അത് സഞ്ചാരയോഗ്യമാക്കാമെന്ന് ഉറപ്പ് നൽകി. മൂന്നാമത്തെ കാര്യമാണ് ഹൈലൈറ്റ് മാളുണ്ടാക്കിയ ജംഗ്ഷൻ. ഹൈലൈറ്റ് മാളിൽ പണി ആരംഭിച്ചതായിരുന്നില്ല. തിങ്കളാഴ്ച പണി ആരംഭിച്ച് 4 മാസം മാക്സിമം ഒരു പോലും ഇടവേളയില്ലാതെ പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട് ഞാൻ കാത്തിരിക്കുന്നത് ഇപ്പോഴും കലക്ടർക്ക് ഇൻജസ്റ്റിസ് ആണെന്ന് ബോധ്യപ്പെട്ട ടോൾ പിരിവിൻ്റെ കാര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ കുറേ കൂടി അനുകൂലമായ തീരുമാനം ഉണ്ടാക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്ല, ഞങ്ങൾ ഈ ഒരാഴ്ച കാത്തുകിടന്നു. കാരണം ഈ മീറ്റിംഗ് ഞങ്ങൾ സംതൃപ്തരാണ്. കാരണം തീരെ ഒരു കാര്യവും കുടനടക്കാൽ റോഡ് പ്രശ്നമൊക്കെ അനന്തമായി കിടക്കുകയായിരുന്നു. ഒന്നുമല്ലാതെ നിശ്ചല ആ നിശ്ചലമായി കിടക്കുന്ന ആൾ അവിടെ ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം മലാപ്പുറം വലുത് അടുത്ത ആഴ്ച തുറക്കാമെന്ന് പറഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റി ആളുകളുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ പ്രശ്നം. ഹൈലൈറ്റ് മാളിൻ്റെ എന്താണെന്ന് അനിശ്ചിതത്വം വരുന്ന നാട്ടുകാർക്ക് അതിലൊരു തീരുമാനമുണ്ടായി. പണി തിങ്കളാഴ്ച ആരംഭിക്കാമെന്നും ഇടവേളയില്ലാതെ തുടരാമെന്നും 4 മാസം കൊണ്ട് പൂർത്തീകരിക്കാമെന്നുള്ള പരിഹാരം ലഭിച്ചു. ഈ 3 കാര്യം ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്.